പെൺകുട്ടി 3.5 വർഷം മുമ്പ് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന റിനി എന്ന് പറയുന്ന പെൺകുട്ടി നമ്മളോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു. അപ്പൊ ആ കുട്ടി പറയുന്നത് ഈ മാസം ഫെബ്രുവരിയിൽ പോലും വീണ്ടും ആ കുട്ടിക്ക് മെസ്സേജ് അയക്കാണ്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ അതിനെ ചീത്ത പറഞ്ഞയച്ചയാൾ വീണ്ടും വന്ന് മെസ്സേജ് അയക്കുകയാണ്. അതേപോലെ ഇതിന് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. അപ്പൊ അയാൾ MLA ആയി ആ അധികാര സ്ഥാനത്ത് തുടരാനും അയാൾ മാന്യനായതുകൊണ്ട് രാജിവെച്ചു എന്ന തരത്തിലൊക്കെ പറയുന്നത് കോൺഗ്രസ് എത്രയോ മഹത്തായ ആളുകൾ ഇരുന്ന കസേരയിൽ എത്രയോ മഹത്തായ ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവായി ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് അവർക്കൊരു മോശമായി തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ ജനങ്ങളുടെ മേൽ അയാളെ ജനപ്രതിനിധിയായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അതാര് നടത്തിയാലും. ഞാനൊരു പണ്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണല്ലോ. ഞങ്ങൾ ഇയാളെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇങ്ങനെ പരാതികളുണ്ട്, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ടതിന് പകരം അയാളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരരുത് എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഷാഫി പറമ്പിലിന്റെ അടുത്ത് നിരവധി തവണ നേരിട്ട് പരാതി പറഞ്ഞ പെൺകുട്ടികളുണ്ട്. ആ പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാതെ എന്നോട് ഒരു യുവതി പറഞ്ഞു, ഞാൻ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞ് നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കാണൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് നേരിട്ട് പോയി രേഖാമൂലം പരാതി കൊടുത്തൊരു സംഭവം എന്റെ മുമ്പിലുണ്ട്. ഇപ്പോഴും ആ വിഷയത്തിൽ നടപടി എടുത്തിട്ടില്ല. ആ പെൺകുട്ടി ഇപ്പോഴും അത് തുറന്നു പറയണോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു മാഫിയ സംഘമായി ഈ ഷാഫി പറമ്പിലും VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ആ പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ഓരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഡൽഹിയിലേക്ക് പരാതി പോയത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധിക്കണം എന്ന നിലയിലുള്ള പരാതികൾ കൂടി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. വസന്ത് ചിലപ്പോൾ നിഷേധിക്കുമായിരിക്കും. വരും ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും. അങ്ങനെ ഒരു മാഫിയ സംഘമായി പ്രവർത്തിക്കുന്നു. അതിന് VD സതീശനെ കൂടി അതിൽ ഉൾപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായതിനു ശേഷം ഇത്തരം ആളുകളെ ഇനിയും വളർത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് VD സതീശൻ എത്തുമ്പോഴും ഈ പറയുന്ന ഷാഫി പറമ്പിൽ വന്നിട്ട് പറയുന്നു അയാൾ മാന്യനായതുകൊണ്ട് അയാളുടെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ രാജിവെച്ചു, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇത്രയും ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല ഉയർത്തിപ്പിടിച്ച് നാളെ വീടുകളിൽ പോയി വോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ജനപ്രവർത്തനം നടത്താനോ സാധിക്കും?